മാഷേ, അതായത് നമ്മുടെ തോമസ് മാഷ്, മാഷ് വിദേശ സഞ്ചാരമൊക്കെ ഒരുപാട് നിർവഹിച്ച് വിശാലമായ ലോകം കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇറാന് നേർക്ക് അമേരിക്ക, ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം ഇപ്പം എനിക്ക് തോന്നുന്നു അവർക്ക് വഴിവിട്ട് പോയിരിക്കുന്നു എന്ന് തോന്നുന്നു. വഴിവിട്ട് ഗതി വിട്ട് യുദ്ധം വേറൊരു മേഖലയിൽ കൂടി ഒരുപക്ഷെ ആണവായുധ ഭീഷണിയെ കൂടി ലോകം അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു മഹായുദ്ധത്തിൻ്റെ മാനങ്ങളിലേക്കാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് അതേ നമുക്ക് പറയാൻ പറ്റൂ. മാഷിന് എന്താണ് പറയാനുള്ളത് അസസ്മെന്റ്? അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിൻ്റെ റിസൾട്ട് വരുന്ന നമ്മൾ കാണുന്നത് എനർജി ക്രൈസിസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെസ്റ്റ് ഏഷ്യയിലാണ് സൗദി അറേബ്യ, UAE, ഖത്തർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അബൌട്ട് 30% ഈ ഫ്യൂവൽ ലോകത്തിന് ആവശ്യമുള്ളത് സപ്ലൈ ചെയ്യുന്ന ഇവരാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഫ്യൂവൽ പ്രൈസസ് വിൽ ഇൻക്രീസ്. സാധാരണക്കാരനെ തൊട്ട് വലിയ ആൾക്കാർ അവരെല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം തന്നെ കൂടിയിട്ടുണ്ടെന്നാണ്. ഇപ്പം തന്നെ കൂടി തുടങ്ങി. അതിന് എവിടം വരെ കൂടുമെന്ന് പറയാനും പറ്റില്ല. ഇപ്പോൾ കുറേ നാളായിട്ട് വാസ്തവത്തിൽ അങ്ങനെ വലിയ വിലക്കയറ്റമൊന്നും ഇല്ലായിരുന്നു. ഒരു 2008 തൊട്ട് ഇവിടെ വരെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത്ര വലിയൊരു സ്റ്റീപ്പായിട്ട് അങ്ങനെ കയറുന്നില്ലായിരുന്നു. പക്ഷേ ദാറ്റ് മെ നോട്ട് ബി ദി കേസ് നൗ. ഇനി ഹോർമോസ് അടച്ചിട്ടിരിക്കുക. ഹോർമോസ് അടയ്ക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആകെ പ്രശ്നം വളരെ ഗുരുതരമാണ്. അതാണ് ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യമുള്ളത് റെഡ് സീ വഴിയാണ് ഗ്ലോബൽ ഈ ചരക്ക് നീക്കത്തിൻ്റെ ഒരു 20% നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യാൻ പോണത് ഹൂത്തികൾ അവിടെ റെഡ് സീയിൽ ഈ പോകുന്ന ഷിപ്പുകളൊക്കെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന എല്ലാവിധ ബിസിനസ്സുകളെയും അത് ബാധിക്കുകയാണ്. മറ്റത് ഫ്യൂവലിന് മാത്രം ആണെങ്കിൽ ഇത് എല്ലാവിധ ബിസിനസ്സിനെയും ബാധിക്കുന്ന രീതിയിലേക്ക് റെഡ് സീയുടെ പ്രശ്നം വരും. റെഡ് സീയിൽ ഓൾറെഡി അവർ പല കപ്പലുകൾ നശിപ്പിച്ചു. അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തെങ്കിലും ഒരെണ്ണം കത്തിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒരു ഷിപ്പിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന നഷ്ടം കണക്കാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കഷ്ടപ്പാട് അവർക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിയും. പിന്നെ വേറെ ഒരു കാര്യം ഈ എയർ ട്രാഫിക്കിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ ഈ വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അബൌട്ട് 110 എയർപോർട്ട്സ് ഉണ്ട് ഈ വെസ്റ്റ് ഏഷ്യയിൽ മാത്രം. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എയർ ട്രാഫിക് ഗ്ലോബലായിട്ട് ആകെ അലമ്പായി പോകും. നമ്മൾ ഏത് വീട് നമ്മുടെ പരിസരങ്ങളിലുള്ളത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇപ്പോൾ വരാനോ ആകെ അലമ്പായി കിടക്കും. അപ്പോൾ അതുകൊണ്ട് ചിലർക്കൊക്കെ ഇന്ന ദിവസം പോയി ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഡേറ്റ് ഒക്കെ ഉണ്ടാവും. അതിന് പോകാനൊക്കെ ഇരിക്കുന്നതിൻ്റെ കാര്യം മാത്രമല്ല അച്ഛൻ മരിച്ചിട്ട് വരാൻ കഴിയാതെ നെഞ്ചത്തടിച്ച് വിലപിക്കുന്ന മക്കളുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടോ അങ്ങനത്തെ കേസ് ഒരു തരത്തില്ല. അപ്പം അങ്ങോട്ട് അത് തന്നെയല്ല, ഇപ്പം അവർ അവിടെ നിന്ന് പോരാൻ ശ്രമിച്ചിട്ട് പോരാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സമാധാനമുണ്ട്. ഇതിൽ സമാധാനക്കേട് ഉണ്ടാവണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വന്ന് ദുബായിലോ ദോഹയിലോ അവിടെ ഒന്ന് സ്ട്രാൻഡേർഡ് ആയി പോയി കഴിയുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടെ എത്ര ദിവസം നിൽക്കേണ്ടി വരും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യത്തെ ദിവസം എയർപോർട്ടിൽ അവർ ചിലപ്പോൾ ഒന്നും പറയില്ല, ഇരിക്കുന്നൊക്കെ പറയും. അത് കഴിയുമ്പോൾ നമ്മളെ പിടിച്ച് പുറത്താക്കും. പിന്നെ പുറത്ത് നമ്മൾ പോയിട്ട് എവിടെയെങ്കിലും താമസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കളിയല്ല, ഭയങ്കര. മക്ക മദീനയിൽ അങ്ങനെ പറ്റിയിട്ടുണ്ട്. അവരവിടെ മക്കയിൽ ഹജ്ജിന് പോയ ആൾക്കാരാണ്. അവർ സ്റ്റാൻഡേർഡാണ്. കഴിഞ്ഞ ആഴ്ച വരാനിരുന്നവരാണ്. ഇതുവരെ സ്റ്റാൻഡേർഡാണ്. ട്രാവൽ ഏജൻസി സഹായം ചെയ്യുന്നുണ്ട്. കുറേ നാളായിട്ട് അവർ ഹോട്ടലുകൾക്ക് എന്ത് ഹ്യൂജ് കോസ്റ്റാണ് അവിടെ. അതും സഹിച്ചുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരാണ്. തൊഴാൻ വേണ്ടി പോയ തീർത്ഥാടകർ അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുന്നു. UAE ഗവൺമെന്റ് ഒരു സ്റ്റാൻഡ് എടുത്തു തോന്നുന്നു. അങ്ങനെ ഹോട്ടലുകളിൽ കുടുങ്ങിപ്പോയവരോട് അവരെ ഒന്ന് പുറത്താക്കാൻ പാടില്ല. 2, ഇപ്പോൾ ഈ യുദ്ധത്തിന് ശേഷമുള്ള ഡേയ്സിന് അവരോട് വാടക വാങ്ങാനും പാടില്ല. കർശനമായ ഉത്തരവിറക്കി എന്ന് പറയും. അത് മറ്റേത് പക്ഷേ സൗദി അറേബ്യ അവർ ആ ഗവൺമെന്റ് തീരുമാനം എടുത്തെങ്കിൽ ഇവർ ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അല്ല, ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഒരു തീരുമാനം എടുത്താൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പെട്ടുപോകും. പിന്നെ ഈ അറബികൾക്ക് ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ സഹായിക്കും. അവര് കയറ്റി വീട്ടിൽ താമസിപ്പിക്കാൻ വരെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല സാർ, അത് ശരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാനും അനുഭവിച്ചു. അതായത് ഈ ഇന്ത്യൻസിനോട് എസ്പെഷ്യലി അറബ് കൺട്രീസിലൊക്കെ നല്ല റെസ്പെക്ട് ആണ്. നമ്മളത് നശിപ്പിക്കുന്നുണ്ട് അവിടെ പോയിട്ട്, വേണ്ടാധീനങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഇറാഖിൽ ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സെറ്റിൽമെന്റ് ഉള്ളത് ബസറയിലാണ്. ഞാൻ കണ്ടത്. ഇപ്പോൾ ട്രിപ്പോളിയിലെ കാര്യം സാറിന് അറിയാം. സാർ ഉണ്ടായിരുന്ന അവിടെയാണ്. ഈ അറബ് കൺട്രീസിനൊക്കെ ഉള്ളിൽ ഇന്ത്യയോട് എന്തോ അപാരമായ റെസ്പെക്ട് ഉണ്ട്. പ്രത്യേകിച്ച് ഈ സൗദി അറേബ്യയിലെ ഈ നല്ല തറവാട്ടുകാരുടെ ധനാഢ്യന്മാരുടെ കുടുംബത്തിലൊക്കെ ഞാൻ കണ്ടത്, ഒരു ജനറേഷനിൽ ഒരു കുട്ടിക്ക് ഇന്ത്യ എന്ന് പേരിടും. ഇന്ത്യ എന്നല്ല പേര്, അൽ ഹിന്ദ് എന്നാണ് പേരിടുക. ഹിന്ദ് എന്ന് വെച്ചാൽ ഇന്ത്യയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു റെസ്പെക്ട് ഉണ്ട് അവർക്ക്. അതുകൊണ്ട് ഇന്ത്യക്കാരോട് എപ്പോഴും ഈ സദ്ദാം ഹുസൈൻ യുദ്ധകാലത്ത് ചെയ്തൊരു കാര്യം, ഇറാഖിലുണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാർ അവിടെ ഓയിൽ റിഫൈനറിയിലൊക്കെ വർക്ക് ചെയ്ത അവരെന്ന് വെച്ചാൽ
അവിടുത്തുകാർക്ക് മുഴുവൻ 2 കാര്യം നിർബന്ധമാക്കി. ഒന്ന്, അറബ് ചെറുപ്പക്കാർക്ക് മുഴുവൻ നിർബന്ധിത സൈനിക സേവനം നിർബന്ധമാക്കി, വിദേശികളെ മാറ്റി നിർത്തി, അവർക്കില്ല. 2, അവിടുത്തെ നാഷണൽസിന് മുഴുവനും ശമ്പളം വെട്ടിക്കുറച്ചു. യുദ്ധകാലമാണ്, ഇന്ത്യക്കാരുടെ ഇത് കുറച്ചില്ല, ഒരു പൈസയും കുറച്ചില്ല. ഒരു പക്ഷേ ഈ പരമ്പരാഗതമായിട്ട് ഇന്ത്യയും അറബ് രാജ്യങ്ങൾ, അറബ് വംശജരും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളായിരിക്കും അത് കാരണം. ഒരു കാരണം പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് വരെ അല്ലേ, സാമൂതിരി രാജാവിൻ്റെ കാലത്തും ക്രയവിക്രയങ്ങൾ നടത്തിയിരുന്ന വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള. മാത്രമല്ല അന്ന് അവരുടെ ഗൾഫായിരുന്നു നമ്മള്. ഇവിടുത്തെ ചുക്കും കുരുമുളക് ഏലവുമാണ് അവരെ സമ്പന്നരാക്കിയത്. ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിറ്റ് ആണ് അവര് കാശുകാരായത്. ഏതുവരെ? ഈ പെട്രോ ഡോളർ കണ്ടെടുക്കുന്നവര് 70s വരെ. അപ്പൊ അവര് ഒരു മമത ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങൾ കാണിക്കുന്നുണ്ടാവും. അവരുടെ ഒരു പ്രയോഗമുണ്ട്, ഹിന്ദി മിയ മിയ എന്നാ പറയാം. 100% ശരിയാണ്. ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസ്, അൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസ് മിയ 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 എന്ന് പറഞ്ഞാൽ 100 എന്നാണ് അർത്ഥം. അപ്പൊ 100 out of 100% എന്നുള്ള അർത്ഥത്തിലാണ് മിയ മിയ. നല്ല മനസ്സിലായിരുന്നു. ഹിന്ദി മിയ മിയ. ഇന്ത്യക്കാരെ കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് അവര് പൊതുവെ. പാകിസ്ഥാൻകാരെ കൊണ്ട് കുഴപ്പമുണ്ട് താനും. പാകിസ്ഥാൻകാരുണ്ട്, ബംഗ്ലാദേശുകാരെ സഹിച്ചുകൂടാ. അല്ല, ഇപ്പൊ ചില രാജ്യങ്ങളിൽ പാകിസ്ഥാൻകാരെ അടുപ്പിക്കണില്ല. ഇല്ല, ഈവൻ ഈജിപ്ഷ്യൻസ് പോലും അവർക്ക് താല്പര്യമില്ല. മിസ്രൈകൾ എന്ന് പറയും, അവരെ കുറിച്ച് പോലും താല്പര്യമില്ല. പക്ഷേ അതുപോലെ സിറിയക്കാരെ കുറിച്ച് അഭിപ്രായമില്ല. അവരെക്കാളൊക്കെ എത്രയോ ബെറ്റർ ആയിട്ടാണ് നമ്മളെ കാണുന്നത്. അതൊരു വിശ്വാസ്യത. ഞാനിപ്പോൾ ഒരു കാര്യമാണ്, നഹ്യാൻ എന്ന് പറയുന്ന ഈ UAE പ്രസിഡന്റ് ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട്. ആ സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കാരുടെ സുരക്ഷിതം, ഇത് പറഞ്ഞ ട്രാൻസിറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാവേണ്ടതല്ലേ? ഈ വ്യാപാരവും നമ്മുടെ പ്രവാസികളുടെ ലൈഫും വേറെ എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് സാർ? അപ്പൊ നമ്മള് ആ പ്രശ്നത്തിലേക്ക് വന്നു കഴിഞ്ഞാല് വേറെ ഇനിയിപ്പോ ഈ അമേരിക്കൻ അസോൾട്ട് ഓൺ ഇന്റർനാഷണൽ ലോസ് എന്നുള്ളൊരു ചർച്ച വരും. കാരണം ഇപ്പോ വെനിസ്വേലയിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ചെയ്തത് ഈസ് ഇറ്റ് അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ ലോസ്. കാരണം ഇറാൻ എന്ന് പറഞ്ഞാൽ UN മെമ്പർ ആയിട്ടുള്ള ഒരു നേഷനാണ്. അവിടെ കയറി ആക്രമിച്ചത് ആരോട് ചോദിച്ചിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ചോദ്യത്തിന് സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ വളരെയധികം വിമർശിക്കപ്പെടാനും സാധ്യതയുണ്ട്. ഞാൻ ഇടപെട്ടൊന്ന് പറയട്ടെ, റഷ്യ ഇതിനെ വിശേഷിപ്പിച്ച അസാസിനേഷൻ, യുദ്ധമായിട്ടല്ല, അസാസിനേഷൻ ഓഫ് ദി ഹെഡ് ഓഫ് എ നേഷൻ. ഞാൻ ഇതിന്റെ ഒരു ഇമോഷണൽ കോസിലേക്ക് പോയാൽ സത്യത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിലൊരു വാറിന് വേണമെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. കാരണം ഇസ്രായേലിന് കഴിഞ്ഞ 75 കൊല്ലമായിട്ട് അവരുടെ അസമാധാനമുണ്ട്. അതിൽ നേരിട്ടും പരോക്ഷമായിട്ടും ഇറാന്റെ പങ്കുണ്ട്. പ്രോക്സി വാർ എന്ന് പറഞ്ഞാൽ ഈ ഭീകരവാദികളെ മുഴുവൻ പടച്ചു വിട്ടതിൽ അവർക്ക് പങ്കുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന് വേണമെങ്കിൽ ഇറാനെ ആക്രമിച്ചതിന് ന്യായം പറയാം. അമേരിക്കക്ക് എന്താണ്? അമേരിക്ക ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. വേണമെങ്കിൽ നാളെ യുക്രൈനെ ആക്രമിച്ചത് റഷ്യക്ക് ജസ്റ്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ തായ്വാനിലേക്ക് കയറണമെങ്കിൽ ചൈനയ്ക്ക് ഇപ്പൊ ഒരു എക്സ്ക്യൂസ് കിടക്കാണ്. അവർക്ക് പിടിച്ചെടുക്കണമെന്ന് അവരുടെ ലക്ഷ്യമാണ് തായ്വാൻ. ഇപ്പൊ ഈ കെയർ ഓഫിൽ വേണമെങ്കിൽ അങ്ങോട്ട് അമേരിക്കക്ക് ഇത് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അമേരിക്കയായിട്ട് അവിടെ നെഗോഷിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ഡിസ്കഷൻ വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് കയറി ആക്രമിക്കാമെങ്കിൽ ഞങ്ങൾക്ക് തായ്വാൻ എന്തുകൊണ്ട് ആക്രമിച്ചുകൂടാന്നുള്ള ലൈനിലേക്ക് റഷ്യക്ക് അതുപോലെ യുക്രൈന് ഞങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ബെലോറസിയയിൽ ഇപ്പൊ അവർ മിലിറ്ററി സ്റ്റേഷൻ ഉണ്ടാക്കി ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ ലോകം ഒരു അരാജകത്വം, അനാർക്കിയിലേക്ക്, പൊളിറ്റിക്കൽ വാൻഡലിസം തോന്നിയതൊക്കെ ആർക്കും ചെയ്യാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചബഹാർ എയർപോർട്ടൊക്കെ അതൊക്കെ ചിലപ്പോ ഇനി അതിന്റെ കണ്ടീഷൻ എന്താകുന്ന അറിയാം. കാരണം ബോംബുകൾ വന്ന് വീണുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പോസ്റ്റൽ ഇക്കോണമിയാണ് നമ്മുടേത്. ഗൾഫിൽ നിന്ന് വരുന്ന റെമിറ്റൻസസ് എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് അല്ലേ. പലർക്കും ഇനി ജോലി നഷ്ടപ്പെടാൻ പോവില്ലേ? ഇമ്പാക്ട് നമ്മൾ ചിന്തിക്കേണ്ട അല്ലേ? കമ്പനികൾക്ക് ഈ ഓയിലിന്റെ പണം കൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങൾ നിലനിൽക്കുന്നത്. ഇപ്പൊ അവിടുത്തെ ഏറ്റവും അഭിമാനമായ അരാംകോ അടച്ചുപൂട്ടി വെച്ചിരിക്കുക. എത്ര കോടി രൂപയുടെ നഷ്ടം ഓരോ ദിവസം ഉണ്ടാകും. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM പോലുള്ള ഇടതുപക്ഷ പാർട്ടികൾ ഈ സമയത്ത് അന്ധമായ പൊളിറ്റിക്കൽ ഗെയിൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ അനുകൂലമായി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ എന്ന് പറഞ്ഞാൽ ഇറാൻ അനുകൂലമായി പ്രകടനം നടത്തുകയും അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. സത്യത്തിൽ അവർ ഈ അറബ് ലോകത്ത് പണിയെടുക്കുന്ന പാവങ്ങളായ മലയാളികളുടെ വികാരം പോലും പരിഗണിക്കുന്നില്ല. സാറ് പറഞ്ഞപ്പോഴാണ് ഈ കുവൈറ്റ് ലിബറേറ്റ് ചെയ്യാനെന്നും പറഞ്ഞൊരു നീക്കം ഉണ്ടായിരുന്നല്ലോ. ഇറാഖ് നടത്തിയത്. കാര്യം ഇറാഖിനെ കുവൈറ്റിൽ നിന്നും പിന്നീട് ഇറാഖിനെ ആക്രമിച്ചത് ദാറ്റ്സ് എ ഡിഫറെന്റ് മാറ്റർ. പക്ഷെ കുവൈറ്റിൽ കയറി കുവൈറ്റിൽ നിന്നും ഇറാഖിനെ പുറത്താക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി അതിനെതിരെ പറഞ്ഞാണല്ലോ അവരുടെ ഇലക്ഷൻ ജയിച്ച്. ശരിയാ. അതേപോലെ അവർ ചെയ്യുള്ളൂ. ആ ഹാങ് ഓവറിലാണ് ഇപ്പോഴും. ചൈന ഇന്ത്യ ആക്രമിക്കുമ്പോൾ അവരുടെ സമീപനം പക്ഷെ ഇത് എന്താണെന്നറിയോ, ഇത് സംഭവിക്കാൻ പോകുന്നത് നമ്മളെ ഈ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ വന്ന് പരസ്യമായി
ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്യേണ്ടി വരും. കാരണം അവരെ വികാരം അതായിരിക്കും. കാരണം ഗൾഫ് രാജ്യങ്ങളുടെ മൊത്തം വികാരം ഇറാനെതിരല്ലേ സാർ? ആ സമയത്ത് നമ്മൾ ഇവിടുത്തെ ഗവൺമെന്റ് മാത്രം ഇറാൻ അനുകൂലമായിട്ട്. എനിക്ക് അവിടെ ഒരു സംശയം മാഷിനോട് ചോദിക്കുക, സംശയം മാത്രമാണ്, ഒരു വിദ്യാർത്ഥിയുടെ സംശയമായിട്ട് കണക്കാക്കി. അതായത് ബരാക്ചി കഴിഞ്ഞ ദിവസവും പറഞ്ഞ് ഞങ്ങൾ ആക്രമിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയല്ല, ഞങ്ങൾ ആക്രമിക്കുന്നത് അമേരിക്കയുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള സൈനിക താവളങ്ങളെയും നാവിക താവളങ്ങളെയുമാണെന്നാണ് ഞങ്ങൾ. പിന്നെ ഇറാനെ നമ്മൾ ശത്രുവായിട്ട് കാണുന്നില്ല, നമ്മൾ ശത്രുവായിട്ട് കാണുന്നില്ല സാർ. പക്ഷേ ഇതിന്റെ ഇമ്പാക്ട്, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇമ്പാക്ട് ഇപ്പോൾ വേറെ നമ്മുടെ രാജസ്ഥാനുരയില്, അരാംകോയില്, കുവൈറ്റില്, ബഹ്റൈനിലൊക്കെ ബേസസിൽ വീണാൽ പോലും ഒന്നാമത്തെ കാര്യം ആ രാജ്യങ്ങൾക്ക് ഇറാനുമായി യുദ്ധം ചെയ്യേണ്ടി വരും, ഏറ്റുമുട്ടേണ്ടി വരും, അറ്റ്ലീസ്റ്റ് തടയേണ്ടി വരും. കാരണം ഒന്നാമത്തെ കാര്യം അവരുടേതാണ് ബേസ്. അവർ അമേരിക്ക ഉണ്ടാക്കിയ കരാറിന്റെ പേരിൽ കൊടുത്തതാണ്. അതിന്റെ പേരിൽ ആ രാജ്യം. ഞാൻ അവിടെ ഇടപെട്ട് പറഞ്ഞോട്ടെ, ഈ കരാർ കൊടുത്ത സമയത്ത് അമേരിക്ക പറഞ്ഞ വാക്കെന്തായിരുന്നു? കൊടുത്ത വാക്ക് നിങ്ങളുടെ പൂർണ്ണ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തു. അതിപ്പോ വെറും വാക്കായി പോയില്ലേ? രണ്ടാമത്തെ കാര്യം, രാജസ്ഥാനുരയിൽ ബോംബ് വീണാൽ പോലും സാർ സൗദി അറേബ്യ അറിയുന്നവർക്ക് അറിയാം, ഖത്തീഫിലെ സാധാരണക്കാരനെ ബാധിക്കും. ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്, അരാംകോയിൽ ജോലി ചെയ്യുന്ന ഇത്ര മലയാളികൾ. അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു സ്ഥാപനങ്ങളെല്ലാം അവിടെ പ്രവർത്തിക്കുന്നത്. അരാംകോയായിട്ടോ അല്ലെങ്കിൽ അബുദാബിയുടെ ഒരു കമ്പനിയുണ്ട്, ആർനക്കോ, അങ്ങനെ ഒരു കമ്പനിയുണ്ട്. ഈ കമ്പനിയുടെ കീഴിലാണ് ഇവിടുത്തെ സ്ഥാപനങ്ങൾ, മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഗവൺമെന്റും ഇടതുപക്ഷവും ഒക്കെ എടുക്കുന്ന ആ സ്റ്റാൻഡ് പോലും കുറച്ചു എന്താ പറയാ അപക്വമായ നിലപാടാണ് എന്ന് പറയേണ്ടി വരും. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റുകാരല്ലെങ്കിലും ആ വോട്ട് ബാങ്ക് വിട്ട് അവർക്ക് വേറെ. പക്ഷെ ആ വോട്ട് ബാങ്ക് പോലും ആ കാൽക്കുലേഷൻ പോലും തെറ്റല്ലേ? ഇതുവരെ ശരിക്കും പറഞ്ഞ തെറ്റായ ധാരണയല്ലേ അത്? തീർച്ചയായിട്ടും. ഇവർ ധരിക്കുന്നത് മുസ്ലിങ്ങൾ സമം ഇറാനെ പിന്തുണക്കും, മുസ്ലിങ്ങളല്ലാത്തവർ, ഇപ്പൊ ക്രിസ്ത്യാനികളും ഇപ്പൊ ജൂതന്മാർക്ക് വോട്ടില്ലാത്തതുകൊണ്ട് തൽക്കാലം പറയുന്നില്ല എന്നേ ഉള്ളൂ. വളരെ പ്രകടമായ മതപ്രകടനം. ഒരു പക്ഷവും നമ്മൾ ഈ കാര്യത്തിൽ ഇപ്പൊ പിടിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമാധാനമായിരിക്കണം. മാത്രമല്ല അത് ഇന്ത്യൻ കൾച്ചറും അല്ല. ഇന്ത്യൻ കൾച്ചറിൽ എപ്പോഴും നമ്മൾ ഈ യുദ്ധഭൂമിയിലൊക്കെ ചെന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് ശാന്തി മന്ത്രമാണ്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നതിന് ഞങ്ങൾക്ക് യോജിപ്പില്ല, നിങ്ങൾ വെടിനിർത്തണം, എന്നാൽ നിങ്ങളോട് രണ്ട് രാജ്യങ്ങളോട് നമ്മൾ വ്യാപാര കരാർ ഉണ്ടാക്കും. അങ്ങനെയുള്ള നമ്മൾ സ്വീകരിച്ച സമീപനം. ഡയലോഗ്സ് ആൻഡ് ഡിപ്ലോമസി, ഇതാണ് മോദി തന്നെ ഇടപെടണമെന്നാണ് പറയുന്നത്. അല്ല വേറെ ആരും. ഇതിപ്പോൾ യുദ്ധത്തിൻ്റെ രണ്ട് പക്ഷവും ചേരുക എന്നുള്ളതല്ല, പക്ഷം പിടിക്കാൻ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളോടും സൗഹൃദമുള്ള ഇന്ത്യ തന്നെ ഇക്കാര്യത്തിൽ ഒരു നെഗോഷിയേറ്റർ ആയിട്ട് വന്നിട്ട് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇമ്പാക്ട് എന്ന നിലയിൽ വേറെ എന്തെങ്കിലും സാറിന്റെ ഫൈൻഡിങ്സിലുണ്ടോ? പിന്നെ ഇനിയിപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വരാവുന്ന വേറൊരു കാര്യം, അല്ലെങ്കിൽ പൊതുവിൽ സംഭവിക്കാവുന്നത് ഗോൾഡ് അതേപോലെ ഡോളർ രണ്ടിന്റെയും വില അടിച്ചു കയറും. ഈ സ്റ്റോക്ക് മാർക്കറ്റിന് വില കൂടിയാൽ തന്നെ മൊത്തം ലോക മാർക്കറ്റ്, അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇപ്പൊ തന്നെ തുടങ്ങി. സ്റ്റോക്ക് മാർക്കറ്റ് ഇന്നലെയൊക്കെ ആളുകൾ വിലപിച്ചു. ഇങ്ങനെ നിലനിന്ന് പോയി കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് നേരെ വീഴും. അതാണ് ഇവിടെ തീർച്ചയായിട്ടും ഇത് എത്രയും വേഗം തീരട്ടെ. നമുക്കിപ്പോ ആശിക്കാനല്ലേ പറ്റുള്ളൂ അല്ലേ? ഇത് ഈ വൻകിട ശക്തികളുടെ ഒരു തരം അഴിഞ്ഞാട്ടമാണല്ലോ. ഹോപ്പിംഗ് അഗൈൻസ്റ്റ് ഹോപ്പ് എന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ? അതെ.